നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവാചകനായ യോന ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കുകളാണ്. എവിടെ കിടന്നാണെന്നോ പറഞ്ഞത്? മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിക്കുകയാണ്, അയ്യം വിളിക്കുകയാണ്. പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് നിലവിളി ഉയരുകയാണ്. വെള്ളം അവൻ്റെ പ്രാണനോളമെത്തി, ആഴി അവനെ മൂടി. കടൽ പുല്ല് അവന് തലപ്പാവായിരുന്നു. പർവ്വതങ്ങളുടെ ആഴങ്ങളോളം അവൻ ഇറങ്ങിച്ചെന്നു. അവൻ ദൈവത്തോട് നിലവിളിച്ചു. അവന് മനസ്സിലായി, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അവനിപ്പോൾ നീങ്ങിപ്പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീങ്ങിപ്പോയി എന്നറിഞ്ഞിട്ടും യോന പറഞ്ഞൊരു പദമുണ്ട്, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കലും ഒരു ഉയർച്ചയില്ല, ഒരു മുന്നേറ്റമില്ല എന്ന് നിങ്ങളോട് പിശാച് മന്ത്രിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രാണനിൽ വലിയ ക്ഷയം അനുഭവിക്കുന്നുണ്ടോ? ആഴി മൂടിയതുപോലെ അയ്യം വിളിക്കുന്ന അനുഭവത്തിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്നവരോട് യോന സംസാരിക്കുകയാണ്. എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായി. ദൈവം എന്നോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. നിനവെ പട്ടണത്തിന് വിരോധമായി പ്രസംഗിക്കാൻ പറഞ്ഞു. ആ പട്ടണത്തിൻ്റെ ദുഷ്ടത ദൈവസന്നിധിയിലെത്തി. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകേണ്ടതിന് അവരുടെ നടുവിൽ ദൈവം എന്നെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി തർശീശിലേക്കുള്ള കപ്പലിലേക്ക് ഞാൻ കയറി യാത്ര ആരംഭിച്ചു. ദൈവം ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ആ കപ്പലിലുള്ളവരെല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. ശക്തമായ തിര ഉയരാൻ തുടങ്ങി. യോന കപ്പലിൻ്റെ അടുത്തിട്ട് കിടന്നുറങ്ങുകയാ. എല്ലാവരും യോവനെ തട്ടി ഉണർത്തി. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്നറിയാൻ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. യോന പറഞ്ഞു, ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ ഞാനാണ്. ഞാൻ ദൈവത്തിൻ്റെ വഴിവിട്ട് സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളെന്നെ ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് ഇട്ടാൽ ഈ കാറ്റൊക്കെ ഒന്ന് ശാന്തമാകും. ഞാനാണ് പ്രശ്നക്കാരൻ. അവർ യോനയെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യം അവനെ വിഴുങ്ങാൻ അവിടെ ഒരുക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അവൻ മാറിപ്പോയി എന്നൊരു ചിന്ത അവനുണ്ടായി. എങ്കിലും ഞാൻ ദൈവത്തെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് അവൻ കടലിലേക്ക് വീഴുമ്പോൾ അവനെ വിഴുങ്ങേണ്ടതിന് ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചിരുന്നു. നിങ്ങളിന്ന് പകൽ കടന്നു പോകുന്ന ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾക്ക് ദൈവത്തെ വേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷേ ദൈവം അറിയാതെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് അവനെ അറിയാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, യോന പറഞ്ഞു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കും. യോന പറഞ്ഞു, ഞാൻ നേർന്ന് നിവർത്തിക്കും, രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക.
ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. നേർന്നത് നിവർത്തിക്ക്. ഇതാ യഹോവയെങ്കിൽ നിന്ന് രക്ഷ വരികയാണ്. അടുത്ത നിമിഷം ആ മത്സ്യം യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു. യോന നിനിവെ പട്ടണത്തിലേക്ക് എന്ന് തന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലൊരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ദൈവത്തെ വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയാതെ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടുമ്പോൾ യോന പറയുന്നു, എനിക്കും അങ്ങനെ ഒരു ശൂന്യത ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അതെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവങ്കിലേക്ക് തന്നെ നോക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.